അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിരുന്നു ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് കേട്ടിട്ടുള്ളവർ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കാണും. നിങ്ങളുടെ ദിവസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനം എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളവർക്കായിട്ടാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തവർ രാവിലെ പുലർകാലത്ത് നിങ്ങൾ എത്രയും നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു 10 മണിയാകുമ്പോഴെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. പുലർകാലത്ത് എഴുന്നേറ്റാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നേരെ ബാത്റൂമിൽ പോവുകയാണ്. ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ പ്രാഥമിക കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ച് വന്നിരുന്ന് നിങ്ങൾ ദൈവഭക്തി ഉള്ളവരാണെങ്കിൽ ഏത് ദൈവത്തെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ എന്നുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രയർ പോലെ നടത്തിയതിന് ശേഷം മൈൻഡ് ഫ്രീ ആക്കി നിങ്ങൾ പുസ്തകം എടുത്തിട്ട് രാവിലെ നിങ്ങൾ തലേന്ന് രാത്രി പഠിച്ചു വെച്ചത് മുഴുക്കെ റിവൈൻഡ് ചെയ്ത് പഠിക്കും. അങ്ങനെ പഠിച്ചിട്ട്, അതായത് ഞാൻ പറഞ്ഞ 7 മണിക്ക് ട്യൂട്ടോറിയൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 മണിക്കെങ്കിലും പുസ്തകമായിട്ടിരുന്നാൽ 6 മണിക്ക് ആ പുസ്തകം മടക്കത്തക്ക രീതിയിൽ 1 മണിക്കൂർ മാത്രമേ വർക്കൗട്ട് ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു 4 മണിക്കെങ്കിലും എഴുന്നേൽക്കും. കാരണം എത്രയും നേരത്തെ ഉണരാവോ അത്രയും നേരത്തെ ഉണരുക. അതുപോലെ തന്നെ വൈകുന്നേരത്ത് നിങ്ങൾ ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ഉള്ളവരാണ് വരുന്നത്. അത് ട്യൂഷൻ ഇല്ല, 4 മണി 4:30 ആയി അല്ലെങ്കിൽ 5 മണിയായി നിങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ തന്നെ ഏതെങ്കിലും ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഗെയിം കുറച്ച് നേരം കളിച്ച് 1 മണിക്കൂറോളം കളികളിൽ ഏർപ്പെട്ടിട്ട് ഫ്രഷ് ആവുക. അത് കഴിച്ചിട്ട് വന്നാൽ ഉടനെ കുളി കഴിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെറിയ പ്രയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യേണ്ട, ആ 3 മണിക്കൂർ വർക്ക് ചെയ്യുക. പക്ഷെ ആ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 മണിക്കുള്ളിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടക്കുന്ന ശീലം വളർത്തിയെടുക്കണം. അങ്ങനെ വളർത്തിയെടുത്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫുൾ A+ എത്താൻ പറ്റും. അപ്പോൾ അന്ന് പഠിപ്പിക്കുന്ന പാഠഭാഗങ്ങൾ, സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള പാഠഭാഗങ്ങൾ അല്ലെങ്കിൽ ട്യൂട്ടോറിയലിൽ നിന്ന് കിട്ടുന്ന പാഠഭാഗങ്ങൾ അന്ന് തന്നെ ബൈഹാർട്ട് ചെയ്യാനായിട്ട് അത് ഈ മെമ്മറി പല രീതിയിലാണ് പല കുട്ടികൾക്ക്. ഞാൻ അത് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ നിങ്ങളോട് സംബന്ധിച്ചോളാം. മറിച്ച് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വൈകുന്നേരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന എന്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ അത് പിറ്റേന്ന് പുലർകാലത്ത് നമ്മൾ ഉറക്കം എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ചെന്നിരുന്ന് ശുദ്ധമായ മനസ്സോടെ മൈൻഡോടെ നമ്മൾ അങ്ങോട്ടിരുന്ന് ആ റിവേഴ്സിൽ പഠിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മുടെ മെമ്മറി ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ആഴ്ചയിൽ സൺഡേ എന്ന് പറയുന്ന വർക്കിംഗ് ഡേ അല്ലാത്തൊരു ദിവസം നമ്മുടെ ടൈം ടേബിൾ വെക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ വെക്കേണ്ടത് ആ കഴിഞ്ഞ 6 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അതെല്ലാം റിവൈൻഡ് ചെയ്ത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുകയാണ് ചെയ്യേണ്ടത്. സൺഡേയിൽ നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ടൈമിൽ ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ആഴ്ചയിൽ പഠിച്ച കാര്യങ്ങൾ ഈ സൺഡേയിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല മെമ്മറി ഇത് കിട്ടും. അപ്പോൾ രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പല കുട്ടികൾക്കും പല ബുദ്ധിമുട്ടുകളുണ്ടാകും. കാര്യം നിങ്ങളെല്ലാം രാത്രി വീഡിയോ ഗെയിമൊക്കെ കളിച്ച് ശീലമൊക്കെ ആയില്ലേ. കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ഒരു ശീലത്തിലേക്ക് വന്നത്. അന്നേരം നിങ്ങൾ അമ്മമാരെ സപ്പോർട്ട് ചെയ്യുക. ചില അമ്മമാരെ പറയും എനിക്ക് രാവിലെ ഉറക്കം എഴുന്നേൽക്കാനൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അലാറം വെച്ച് സ്വയം എഴുന്നേൽക്കുക. ആദ്യത്തെ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാര്യം എഴുന്നേൽക്കുമ്പോൾ വീണ്ടും കിടക്കാനൊക്കെ തോന്നും. ഞാൻ കിടക്കില്ല, എനിക്ക് നമ്മുടെ ഫുൾ A+ ആവശ്യമുണ്ട്, ഞാൻ കിടക്കില്ല എന്ന് നിർബന്ധമായും തീരുമാനമെടുത്തുകൊണ്ട് നിങ്ങൾ തീർച്ചയായും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഈസിയായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡിക്ക് മാറ്റങ്ങൾ കിട്ടിത്തുടങ്ങും. ഒപ്പം തന്നെ നിങ്ങളുടെ സ്റ്റഡി ലെവൽ കൂടി തുടങ്ങും. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ അടുത്തതിൽ ഞാൻ പറഞ്ഞുകൊള്ളാം. അപ്പം ഓക്കെ, ഗുഡ് ബൈ.